ഞാനിപ്പോൾ നിൽക്കുന്നത് മേറാനല്ലൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. അവിടെ ഈ പ്രദേശത്തു നിന്ന് ഒരു 200 മീറ്റർ മാറിയിട്ടാണ് ഇപ്പോൾ ഈ നിർദ്ദിഷ്ട പണിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജഗതി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇവിടെ നിന്ന് വെള്ളം എത്തുന്നതിൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 6 ദിവസമായിട്ട് കുടിവെള്ളം പ്രതിസന്ധിയിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമ്മൾ ഈ കാണുന്ന പ്രദേശം, ഈ പ്രദേശത്ത് ഈ പണ്ടാരവിള എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ 6 മാസമായിട്ട് കുടിവെള്ളം എത്തുന്നുണ്ട്. പക്ഷേ എത്തുന്ന വെള്ളം നൂൽപോലെ ഒഴുകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നിർദ്ദിഷ്ട പണി നടന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഈ വെള്ളത്തിന് ഫോഴ്സ് ഇല്ലാത്തതിന്റെ കാരണം. ഇവിടെ ഈ പ്രദേശത്ത് ചെറിയ ലീക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 6 മാസമായിട്ട് ഇവിടെ നൂല് പോലെയാണ് കുടിവെള്ളം എത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികൾ അടക്കം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു കഴിഞ്ഞ 6 മാസമായിട്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു പണി നടന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു ലീക്ക് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും ഇവിടെ ഒരു 300-ലധികം കുടുംബം താമസിക്കുന്ന പ്രദേശമാണ്. ആ ഒരു പ്രദേശത്ത് ഇപ്പം നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസം കുഴിച്ചിട്ടതാണ്. ഈ പ്രദേശത്തെ എവിടെയാണ് ഇത്തരത്തിൽ ലീക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കുഴിച്ച ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഈ കുഴിച്ച പ്രദേശത്തേക്ക്, അതായത് ഈ കയറി പോകുന്ന ചെറിയ ഒരു 4 അടി വീതിയുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് പോലും എവിടെയാണ് ഇത്തരത്തിൽ ലീക്ക് ഉള്ളതെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു പ്രശ്നം കൂടെ അവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ തന്നെ ആളുകളൊക്കെ തന്നെ വെള്ളമെടുക്കാൻ ഈ റോഡ് കടന്നു വേണം വരാൻ. പലരും വലിയ ബുദ്ധിമുട്ടാണ്. കുട്ടികളടക്കം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പലരും ഇപ്പോൾ ഈ രാവിലെ വെള്ളമെടുത്ത് വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കൂടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രത്തോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പ്രദേശത്തുള്ളവർ നേരിടുന്നത്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനിയിപ്പോൾ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പണികളുമായി ബന്ധപ്പെട്ട് ആൽത്തറ മേട്ടുകട റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള പുതിയ ലൈനുകൾ റീചാർജ് ചെയ്യുന്നതിന്റെ ഭാഗമായി നാളെയും ഇത്തരത്തിൽ കുടിവെള്ള പ്രതിസന്ധി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടെ നിലവിൽ കാണുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും പകൽ 10 മണി മുതൽ രാത്രി 12 മണി വരെയാണ് വഴുതക്കാട് ശിരോമണി റോഡ്, പാലോട്ടുകോണം, CMS നഗർ, ശിശുവിഹാർ ലൈൻ, കോട്ടൺ ഹില്ല്, ഇടപ്പഴഞ്ഞി, കെ അനിരുദ്ധൻ റോഡ്, ഇറക്കം റോഡ്, മേട്ടുക്കട, വലിയശാല, തൈക്കാട് എന്നീ പ്രദേശങ്ങളിലൊക്കെ ഒരു ദിവസം എടുക്കില്ല. എന്തായാലും നാളെ 10 മണി തൊട്ടാണ് ഇത്തരത്തിൽ കുടിവെള്ളം മുടങ്ങാൻ പോകുന്നതെന്നുള്ളതാണ് അറിയുന്നത്. ചേട്ടാ, ഇവിടെ ഉള്ള ആളാണോ? ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് ഇത്തരത്തിൽ കുടിവെള്ള പ്രതിസന്ധി തുടരുകയാണ്. കാരണം ഇവിടെ ഈ പ്രദേശത്തേക്ക് വലിയ ഫോഴ്സിലല്ല വെള്ളം വരുന്നത്. പലപ്പോഴും 2ാം നിലയിലേക്ക് വെള്ളം എത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് ആളുകളൊക്കെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത്രത്തോളം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യം. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ ഉണ്ടായ അതായത് കഴിഞ്ഞ 6 ദിവസം മുൻപ് ഉണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധി തന്നെ വേണ്ടി വന്നു. ഗോകുൽ, ഏതായാലും തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയാവുന്ന മേഖലയിലാണ് പല സ്ഥലത്തും ഇത്തരത്തിൽ കുടിവെള്ളക്ഷാമം. ഇന്ന് 7ാം ദിവസം പിന്നിടുകയാണ് കുടിവെള്ളം നിന്നിട്ട്. 1-2 ദിവസമൊക്കെ വളരെ ബുദ്ധിമുട്ടി നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് വന്നാലും ഇത്രയും ദിവസം എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക? പ്രത്യേകിച്ചും ഈ സാധാരണക്കാരായ ജനങ്ങളെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, ഒന്ന്, വലിയ വാഹനം കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ്. പിന്നെ അങ്ങനെ ഇടുങ്ങിയ വഴികളിലൂടെ വെള്ളവും കൊണ്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഈ ടാങ്കർ ലോറി കടന്നു പോകുന്നത് അറിയാതിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഫ്ലാറ്റ് സമുച്ചയങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് VIP കോളനികളിലേക്ക് എളുപ്പത്തിൽ വെള്ളം എത്തുന്നുമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ വൈകാരികമായി മാത്രമേ ചിന്തിക്കാൻ കഴിയൂ ഈ സാഹചര്യത്തിൽ. അത് താമസിക്കുന്ന മേഖലയുടെ പ്രത്യേകതയാണ് എങ്കിൽ പോലും അത്തരത്തിൽ മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിലൊരു വീഴ്ച വരാതെ അത് നടത്തി കൊടുക്കണം എന്നുള്ളതാണ് ഇന്നും ഈ 7ാം ദിനവും പറയാനുള്ളത്.